എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഞാൻ ഭാവിയാണെന്നോട് ക്ഷമിക്കണം. ഞാൻ ഭാവിയാണെന്നോട് ക്ഷമിക്കണമേ. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവനവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുക. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി. നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. കർത്താവേ, അവിടുന്ന് ഇസ്രായേലിനെ രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും നിങ്ങൾ ലോകമെങ്ങും പോയി
എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന യേശുവിന്റെ കൽപ്പന യേശു ശിഷ്യന്മാർ അപ്പാടെ സ്വീകരിച്ച് പൂർത്തീകരിച്ചു. പത്രോസ് റോമിലും യോഹന്നാൻ എഫോസീസിലും മത്തായി പാർത്തിയായിലും മറ്റു ശിഷ്യർ ഭൂമിയുടെ അതിർത്തികളിലേക്ക് ദൈവരാജ്യ പ്രഘോഷകരായി പുറപ്പെട്ടു. എന്നാൽ തോമസ് എങ്ങോട്ട് പോകണമെന്ന് സംശയം പ്രകടിപ്പിക്കുന്നു. തോമസ്, തോമസ്, നീ ഇന്ത്യയിലേക്ക് പോവുക. ഇത്ര അകലെ പോയി സുവിശേഷ വേല ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഇന്ത്യ, ഓ, അത് പാമ്പും പാമ്പാട്ടിയും വിഗ്രഹങ്ങളെയും പൂജിക്കുന്ന ഒരു കൂട്ടർ. എനിക്ക് ഭയമാണ്. ഞാൻ അവിടെ പോകില്ല. ഭയപ്പെടേണ്ട തോമസ്, എന്റെ കൃപ നിന്റെ കൂടെയുണ്ട്. നീ പോയി ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിക്കുക. കർത്താവേ, അങ്ങനെ എവിടേക്ക് വേണമെങ്കിലും അയച്ചുകൊള്ളുക. പക്ഷേ ഇന്ത്യയിലേക്ക് ഞാൻ പോകില്ല. ജെറുസലേമിൽ നിന്നും ഒരാശാരിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഗുണ്ടഫർസ് രാജാവിനാൽ അയക്കപ്പെട്ട അബ്ബാനാസ് എന്ന കച്ചവടക്കാരനെ നിന്റെ അടുക്കിലേക്ക് ഞാൻ അയക്കുന്നു. നീ ഒരു ആശാരിപ്പണിക്കാരനാണോ? അതെ. ചന്തസ്ഥലത്ത് വെച്ച് നിന്റെ ഗുരു എന്നെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊരു ആശാരിപ്പണിക്കാരനെ വേണോ എന്ന്. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. എന്റെ ഉള്ളം അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി എന്ന്. ഉടനെ ആ ഗുരു എന്നോട് പറഞ്ഞു, എനിക്കൊരു അടിമയുണ്ട്. അവന്റെ പേര് തോമസ്. ആശാരിപ്പണിക്കാരനാണ്. ആശാരിപ്പണിക്കാരനായിരുന്ന ജോസഫിന്റെ മകൻ ഈശോ എന്റെ അടിമയായ തോമസിനെ ഇന്ത്യക്കാരുടെ രാജാവായ ഗുണ്ടഫറസിന്റെ വ്യാപാരിക്ക് വിറ്റു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങ് തിരുമനസ്സാകുന്നിടത്ത് ഞാൻ പൊയ്ക്കൊള്ളാം. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നോക്കൂ, കൽപ്പകവൃക്ഷങ്ങളും കവുങ്ങുകളും കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരനാടേ, നിനക്കെന്റെ വന്ദനം. എന്റെ കൺകുളിർക്കെ ഞാനിതാ കണ്ടു കഴിഞ്ഞു ഉയർന്ന പർവ്വതങ്ങൾ, ഇതിലൂടെ കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടം. അവ ഒഴുകി ഒഴുകി കൊച്ചരുവിയായി നദിയിലേക്കൊഴുകുന്നു. ഇവിടുത്തെ കൃഷിവിളവുകൾ കുരുമുളക്, ഏലം, കാപ്പി. അവയുടെ സുഗന്ധം ഈ നാടാകെ പരന്നിരിക്കുന്നു. ഇടതിങ്ങിയാർന്ന വനങ്ങൾ, വന്യമൃഗ ജീവജാലങ്ങൾ. എന്റെ ദൈവമേ, നീ നിന്റെ വിരൽത്തുമ്പിൽ വാർത്തെടുത്ത ഈ നാടിനെ ഓർത്ത് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു.
वर्तते उत्तिष्ठन् कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठन् कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ ശിവ ശിവ, നേരം എത്രയായി? വേഗം വരികാതാ. ഇന്നലെ കൂത്തും കഴിഞ്ഞ് എപ്പോഴാ എത്തിയേ? നേരം പരപരാ വെളുക്കാൻ തുടങ്ങിയപ്പോഴാ കൂത്ത് കഴിയത്. പിന്നെ കടത്ത് കിട്ടാൻ ഇശി വൈകി. കൂത്തു നന്നായിന്ന് കേട്ടു. കഥയൊക്കെ പിന്നെ വേഗം വരികാതാൻ. ഗേഭ്യൻ ഇവിടെ മാറി അശുദ്ധമാക്കിയല്ലോ. തുമ്പൻ അങ്ങോട്ട് മാറി കിടക്കിയ. അല്ലയോ സഹോദരങ്ങളെ, വെള്ളം കയ്യിലെടുത്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ഈ പ്രഭാതത്തിൽ സൂര്യഭഗവാനെ ആരാധിക്കുകയാണ്, വന്ദിക്കുകയാണ്. അരുതേ സഹോദരങ്ങളെ, സൃഷ്ടിയല്ല സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തിരുവെഴുത്തിലൂടെ ദൈവം സംസാരിച്ചിരിക്കുന്നു. നീ ആരാണ്? ഞാൻ തോമസ്, ഇസ്രായേലിൽ നിന്ന് വരുന്നു. ആഗമന ഉദ്ദേശ്യം നിങ്ങൾക്കറിയണോ? ജെറുസലേമിൽ ഭൂമിയിലുള്ള സകല ജനതകളെയും വിമോചിക്കാൻ വന്ന രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു. അവൻ നിരാലംബർ സഭയമേ പാപികൾക്ക് സ്നേഹിതനായി രോഗികൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകി, പ്രകൃതി നിയമങ്ങൾക്ക് അതീതനായി അവൻ പ്രവർത്തിച്ചു. കടലിന് മീതെ നടന്നു, വെള്ളത്തെ വീഞ്ഞാക്കി, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകി. മരിച്ചവനെ അവൻ ഉയർപ്പിച്ചു. ജനത മുഴുവൻ അവന്റെ പിന്നാലെ പോയി. എന്നാൽ ഇതിലമർഷം കൊണ്ട് യഹൂദ പ്രമാണിമാരും മതപുരോഹിതര അധികാരികളും ചേർന്ന് അവനെ കുരിശിൽ തറച്ചു കൊന്നു. തിരുവെഴുത്ത് പ്രകാരം അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തു ഞങ്ങൾക്ക് പ്രത്യക്ഷമായി കൽപ്പിച്ചു. നിങ്ങൾ പോയി ലോകം മുഴുവൻ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു. അതെ, കർത്താവായ യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ടവനാണ് ഞാൻ. അവന്റെ രാജ്യം പടുത്തുയർത്താൻ ആയതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കണം, പൂജിക്കണം. ഇതങ്ങോട്ട് വിശ്വസിക്കുന്നില്ലത്രേ. നിങ്ങൾ വിശ്വസിക്കൂ, വിശ്വസിക്കണം. ഇല്ലത്രേ, ഇത് വിശ്വസിക്കില്ല. സൂര്യഭഗവാനാണ് എന്റെ ഈശ്വരൻ, ഞങ്ങളുടെ ദൈവം. നിർത്തൂ ഈ വിഗ്രഹാരാധന. എന്താണ് ഈ പുലമ്പണേ? നിങ്ങൾ പൂജിക്കുന്ന ദൈവത്തിന് നിങ്ങൾ മുകളിലേക്ക് ഉയർത്തുന്ന ഈ വെള്ളം വായുവിൽ തന്നെ നിർത്താൻ കഴിയുമോ? എന്ത്? അതെ, ജലത്തുള്ളികൾ വായുവിൽ തന്നെ നിർത്തുക. ഇല്ല, നിങ്ങൾക്കതിന് സാധിക്കില്ല, നിങ്ങളുടെ ദൈവത്തിനും സാധിക്കില്ല. നോം പറയണു, എങ്കിൽ നീ ചെയ്യുക. എനിക്ക് കഴിയും, എന്നാൽ ഒരു കരാർ. വെള്ളം വായുവിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ദൈവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, അവന്റെ നാമത്തിൽ സ്ഥാനപ്പെടണം. സമ്മതിച്ചോ? നോമിത ഉറപ്പിച്ചു പറയണു, നാം വിശ്വസിക്കാം, സ്ഥാനപ്പെടാം.
എന്റെ ദൈവത്തിന്, എന്റെ കർത്താവിന് സകലതും സാധ്യമാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അവിശ്വസ്തരായ ഈ ജനം മനസ്സ് തിരിയുന്നതിനും നീയാണ് ഏകരക്ഷകനെന്ന് വിശ്വസിക്കുന്നതിനും വേണ്ടി ഞാനിതാ കൽപ്പിക്കുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ ജനം വായുവിൽ തന്നെ നിൽക്കട്ടെ. നോക്കി, വായുവിൽ തന്നെ നിൽക്കുന്നു. നോക്കി, നോക്കി, വെള്ളമെടുത്തെടുത്ത് കുഴിഞ്ഞിരിക്കുന്നത്രേ. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, നിനക്ക് മഹത്വം. നീയാണ് എന്നിലൂടെ പ്രവർത്തിച്ചത്. മഹത്വം ദൈവമേ, മഹത്വം. നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഈ ജനമിതാ അറിഞ്ഞിരിക്കുന്നു. എന്റെ കർത്താവേ, നിനക്കെന്റെ വന്ദനം. തോമിത സമ്മതിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനും ചെയ്യാൻ സാധിക്കാത്തതാ നീ ചെയ്തിരിക്കുന്നു. നിന്റെ ദൈവത്തിന്റെ ശക്തിയാലാ. എവിടെയാ ദൈവം? എനിക്ക് കാണണം, എനിക്ക് അനുഭവിക്കണം. നീ പറഞ്ഞതുപോലെ ആ ജീവിക്കുന്ന ദൈവത്തെ എനിക്ക് ദർശിക്കണം. നിന്റെ ദൈവമായ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ നാമത്തിൽ സ്ഥാനപ്പെടാൻ ഞാനും എന്റെ കൂട്ടരും തയ്യാർ. എന്റെ ദൈവമേ, നീ സൃഷ്ടിച്ചവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടരുതേ എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ഇവരുടെ അജ്ഞത നീ കണക്കിലെടുക്കല്ലേ. ഇവരറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ പാപങ്ങളും നിന്റെ മഹനീയ നാമത്തിൽ കഴുകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാനിവരെ സ്ഥാനപ്പെടും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാനിവരെ സ്ഥാനപ്പെടും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാനിവരെ സ്ഥാനപ്പെടും. എന്റെ സഹോദര, നോക്കി, നാം ഇതുവരെ അനുഭവിക്കാത്തൊരു ഈശ്വരാനുഭവം. ഹായ്, എന്തൊരു മധുരം എന്റെ ദൈവത്തിന്. തിരുമേനി, ഇതിനെല്ലാത്തിനും കാരണം ആ വല്യമഠത്തിലെ വല്യ തിരുമേനിയാ. ശുഭൻ പേരിനും കുലത്തിനും മാനക്കേടാക്കി. ഇനി എങ്ങനെയാ പുറത്തേക്ക് നടക്കുക? ഇളയതേ, ദോം നിരീച്ചു കഴിഞ്ഞു. ആ വെച്ചു പൊറപ്പിക്കില്ല, ഞാൻ കൊല്ലും. ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലും. നമുക്ക് നമ്മുടെ കുലം, നമ്മുടെ വംശം നിലനിർത്തണം. ബ്രാഹ്മണന്റെ രക്തം പുറന്തോവരുമായി കലരരുത്. കലരാൻ ഞാൻ അനുവദിക്കില്ല. തിരുമേനി, അടിയനോട് പൊറുക്ക്. വല്യമഠത്തിൽ എംബ്രാതിരി നസ്രാണി ആയതിനെ തുടർന്ന് നമ്മുടെ കൂട്ടരെല്ലാം നസ്രാന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടുന്നു. എല്ലാവരും ആ ശിഷ്യന്റെ പിന്നാലെ പോകുന്നു. എന്താ നോം എന്താണ് ഈ കേൾക്കുന്നത്? ഇളയനെ, ഇനി അവൻ ഈ നാട്ടിൽ ജീവിക്കരുത്. എവിടെയാണവൻ? നമ്മുടെ നാട് വിട്ടു അയൽനാട്ടിലേക്ക് അവൻ യാത്ര പുറപ്പെടുന്നത് നോം കണ്ടെത്തരേ. ഇളയനെ, കൂട്ടിനായി കിഴക്കേ മഠത്തിലെ ഭൃത്യന്മാരെ കൂടി ഏർപ്പാട് ചെയ്യുക. വേഗം നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം.
எல்லா இடமும் தேடி பார்த்தேன். நீ ஒரே இடம் தான் பாக்கி இருக்கு. எங்க சிலுவைக்கு கீழே. சீக்கிரம் வாங்க போய் பாப்பலாம். வா வாங்க போய் பாப்போம். வாங்க. നമുക്ക് പോകാം. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ഞാൻ ഈ മരണത്തെ വിലമതിക്കുന്നു. എന്തെന്നാൽ നിന്നെ പോലെ രക്തം ചൊരിഞ്ഞ് ഇതാ ഇവിടെ എന്റെ ചൂട് രക്തം ഈ ഭൂമിയിൽ വീഴുമ്പോൾ നിന്റെ സഭ അതിവേഗം തഴിച്ചു വളരട്ടെ. ഇവിടെ സകല ജനതകളും നീയാണ് ഏകരക്ഷകൻ എന്ന് ഏറ്റു പറയട്ടെ. എന്റെ ദൈവമേ, നീ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. എന്റെ ഘാതകരോട് നീ പൊറുക്കണേ. ഇതാ എന്റെ ആത്മാവിനെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട്
ഞാൻ ഇങ്ങനെ കൈയൊക്കെ പിടിപ്പിച്ചു കൊടുക്കാം.
പിന്നെ വേഗം വരികയാണ്. ചൂമ്പൻ ഇവിടെ ആകെ അച്ചു തുടങ്ങിയല്ലോ. എവിടെ അവിടെ നീങ്ങി കിടക്കുക. മോഹൻലോട്ട് എറിയണ്ടാവും ജയരാജ് പോയി കഴിയാറ് അവിടെ ഡയലോഗ് പറയാൻ പറ്റില്ല. അല്ലയോ സഹോദരങ്ങളെ, ജനം കയ്യിലെടുത്ത് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ ഈ പ്രഭാതത്തിൽ സൂര്യഭഗവാനെ ആരാധിക്കുകയാണ്, വർണ്ണിക്കുകയാണ്. അരുത് സഹോദരങ്ങളെ, അരുത് സഹോദര, സൃഷ്ടിയെയല്ല സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ദൈവം തിരുവെഴുത്തിലൂടെ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാവൂ, വർണ്ണിക്കാവൂ എന്ന് ദൈവം തിരുവെഴുത്തിലൂടെ സംസാരിച്ചിരിക്കുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് തിരുവെഴുത്തുകളിലൂടെ ദൈവം സംസാരിച്ചിരിക്കുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാവൂ എന്ന് ദൈവം തിരുവെഴുത്തിലൂടെ സംസാരിച്ചിരിക്കുന്നു. നീ ആരാണ്? ഞാൻ തോമസ്, ഇസ്രായേൽ ജെറുസലേമിൽ നിന്ന് വരുന്നു. നിങ്ങൾക്കറിയണം, ഭൂമിയിലുള്ള സകല ജനങ്ങളെയും വിമോചിക്കാൻ വന്ന രക്ഷകനായ യേശു ക്രിസ്തു
അവൻ നിരാലംബർ കവയമേകി പാപികൾക്ക് സ്നേഹിതനായി കടലിന് മീതെ അവൻ നടന്നു. നീ ആശ്ചര്യപ്പണിക്കാരനാണോ? ചന്തസ്ഥലത്ത് വെച്ച് നിന്റെ ഗുരു എന്നെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, നിനക്കൊരു ആശാരിപ്പണിക്കാരൻ വേണ്ടേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ ഉള്ളം അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? ഉടനെ ആ ഗുരു എന്നോട് പറഞ്ഞു, എനിക്കൊരു ആശാരിപ്പണിക്കാരനുണ്ട്, അവന്റെ പേര് തോമസ്. കുറച്ചുകൂടെ മുഖത്തോക്കി പറഞ്ഞു. നീ ഒരു ആശാരിപ്പണിക്കാരനാണോ? നീ ഒരു ആശാരിപ്പണിക്കാരനാണോ? ചന്തസ്ഥലത്ത് വെച്ച് നിന്റെ ചന്തസ്ഥലത്ത് വെച്ച് നിന്റെ ഗുരു എന്നെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊരു ആശാരിപ്പണിക്കാരനെ വേണോ? നിങ്ങൾക്കൊരു ആശാരിപ്പണിക്കാരനെ വേണോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ ഉള്ളം അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? ഉടനെ ആ ഗുരു എന്നോട് പറഞ്ഞു, എനിക്കൊരു അടിമയുണ്ട്, അവന്റെ പേര് തോമസ്. തിരുമേനി ഇതിനെല്ലാത്തിന് കാരണം ആ വലിയ മഠത്തിലെ വലിയ തിരുമേനിയാ. ശുംഭൻ ഏഭ്യൻ പേരിനും കുലത്തിനും മാനക്കേടാക്കി നീ എങ്ങനെ പുറത്തിറങ്ങി നടക്കുക? ഇളയതേ നോം നിരീച്ചു കഴിഞ്ഞു. വെച്ച് പൊറപ്പിക്കില്ല, കൊല്ലിഞ്ഞാൻ എഴുതണത്തിന് കൊല്ലിഞ്ഞാൻ. നമുക്ക് നമ്മുടെ വംശവും കുലം നിലനിർത്തണം. ബ്രാഹ്മണന്റെ രക്തം പുറന്തവനായി കലരരുത്. കലരാൻ ഞാൻ അനുവദിക്കില്ല. നമ്മുടെ കുലം വംശം നിലനിർത്തണം. ബ്രാഹ്മണ രക്തമായി ബ്രാഹ്മണ രക്തം പുറന്തവനുമായി കലരരുത്. കലരാൻ ഞാൻ അനുവദിക്കില്ല. തിരുമേനി നമ്മുടെ വല്യമഠത്തിൽ തമ്പ്രാതിരി അടിയനോട് പൊറുക്കൂ. വല്യമഠത്തില് തിരുമേനി അടിയോട് പൊറുക്ക്. നമ്മുടെ വല്യമഠത്തിലെ തമ്പ്രാതിരി നസ്രാനായതിനു ശേഷം നസ്രാനായതിനെ തുടർന്ന് നമ്മുടെ കൂട്ടുകാരനും നസ്രാനായ യേശുവിന്റെ നാമത്തിൽ സ്ഥാനസ്ഥാനപ്പെട്ട് ആ ശിഷ്യയ്ക്ക് പിന്നാലെ പോകുന്നു. തിരുമേനി അടിയനോട് പൊറുക്കൂ. വല്യമഠത്തിലെ തിരുമേനി എല്ലാവരും നസ്രാനായിരുന്നു. അവനും പറഞ്ഞ 2 ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും, ഇതെല്ലാം കൂടി സഹിക്കും. ഇങ്ങനെ കാണല്ലേ ഇനി ഒരേ ഇടുന്ന ബാക്കി ഇരിക്കും. അത് തിരുവെങ്കില சீக்கிரம் வாங்க போய் பாக்கலாம். ഇല്ലില്ല, വന്നു